നന്ദയാണ് ഇന്ന് 5ാം ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് വ്യത്യസ്തമായ രീതിയിലായിരുന്നു നോമിനേഷൻ പ്രക്രിയ നടന്നത്. പിന്നെ ഇന്ന് നമ്മുടെ വൈൽഡ് കാർഡും നോമിനേഷനിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതേക്കുറിച്ചൊക്കെ സംസാരിക്കാം. അപ്പൊ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കടക്കാം. അപ്പൊ ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ നോമിനേഷൻ ലിസ്റ്റ് ഇന്നത്തെ നമ്മുടെ വൈൽഡ് കാർഡ്സ് ഒക്കെ വന്നതിന് ശേഷമുള്ള നോമിനേഷൻ ആയിരുന്നു ഇന്ന്. അപ്പൊ ഇന്ന് വ്യത്യസ്തമായ രീതിയിലായിരുന്നു ബിഗ് ബോസ് അവർക്ക് അത് കൊടുത്തത്. കാരണം ഇന്ന് ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് അവർ നോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ബ്ലാക്ക് കളർ പെയിന്റ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് എവിടെ വേണം അടിക്കാം. അത് അടിച്ചിട്ട് വേണം പറയാനായിട്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മുടെ പവർ ടീം ആയിരുന്നു ഒരാളെ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഊഹിച്ചാൽ തന്നെ അറിയാം ആരായിരിക്കും നമ്മുടെ പവർ ടീം സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. ഒബ്വിയസ്ലി നമ്മുടെ ജിൻഡോ തന്നെയാണ്. ജിൻഡോനെ പറയാനുള്ള കാരണം സ്ത്രീവിരുദ്ധത, അതുപോലെ തന്നെ റൂൾ വയലേഷൻ, ഇതൊക്കെയായിരുന്നു കാരണങ്ങൾ. അതുകൊണ്ട് തന്നെ എന്തായി, നമ്മുടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് നമ്മുടെ ജിൻഡോന്റെ പേരിടാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്തി. ഓൾറെഡി അവർ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഫസ്റ്റ് വിളിക്കുന്നത് നമ്മുടെ ഗബ്രീനെ ആയിരുന്നു. പിന്നെ ഗബ്രി വന്നിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് ഒബ്വിയസ്ലി നമ്മുടെ നോറ, അതുപോലെ തന്നെ ജാൻമണി. നോറേനെ പറയുന്നത് നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ജാൻമണിനാണെങ്കിൽ സീറോ അക്കൗണ്ടബിലിറ്റി എന്നാണ് പറയുന്നത്. ഈ രണ്ട് കാരണത്താലാണ് അവർ രണ്ടുപേരും നമ്മുടെ ഗബ്രി നോമിനേറ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മുടെ അഭിഷേക് ജയദീപ് വരുന്നത്. അഭിഷേക് ജയദീപ് പറയുന്നത് നമ്മുടെ അൻസിബേനെ പറയാനുള്ള കാരണം പുള്ളിക്കാരത്തെ ഫ്രണ്ടിലോട്ട് വന്നിട്ടല്ല ഗെയിം കളിക്കുന്നത്. അതായത് ആ ബെഡിൽ തന്നെ ഇരുന്നിട്ട് പഴയ രീതിയിലുള്ള ചാണക്യ തന്ത്രങ്ങൾ, നമ്മൾ രാജകീയമായ തന്ത്രങ്ങൾ മെനയത്തില്ല, അതുപോലെ പുറകിലിരുന്ന് അതാണ് ചെയ്യുന്നത്. ആ ഒരു കാര്യം ഫ്രണ്ടിലോട്ട് വന്ന് ചെയ്യുന്നില്ല. അപ്പൊ അത് ഫ്രണ്ടിലോട്ട് വന്ന് ചെയ്തത് നന്നായിരിക്കും എന്നുള്ള ഇതിനാണ് നമ്മുടെ അൻസിബനെ നോമിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ആയിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ അഭിഷേക് ശ്രീകുമാർ ഉണ്ടല്ലോ, ശ്രീകുമാറിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. കാരണം വേറൊന്നല്ല, നമ്മുടെ ലൈവില് കണ്ടു കാണും. അത് നമ്മുടെ അഭിഷേക് ആണെങ്കിൽ അതായത് അഭിഷേക് ശ്രീകുമാർ ആണെങ്കിൽ നമ്മുടെ അഭിഷേക് ജയദീപിന് കുറച്ച് മോശമായ രീതിയിൽ, വളരെ മോശമായ രീതിയിലൊരു വാക്ക് ഉപയോഗിച്ചായിരുന്നു. ആ വാക്കിവിടെ പറയാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് പറയുന്നില്ല. അപ്പൊ അത് ആ വാക്ക് പ്രയോഗിച്ചില്ല. പക്ഷെ അത് പ്രയോഗിച്ചില്ലെങ്കിലും അത് മനസ്സിലാക്കാനുള്ള ഒരു ഇത് നമുക്ക് പ്രേക്ഷകർക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അഭിഷേക് ജയദീപിനുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ അത് നല്ല രീതിയിൽ തന്നെയാണ് ഹാൻഡിൽ ചെയ്തത്. നല്ല രീതിയിൽ തന്നെ അതിന് തിരിച്ചുള്ള മറുപടിയും കൊടുത്തു. അതിലെനിക്ക് നല്ലൊരു പ്രത്യേക ഒരു ഇത് തോന്നി നമ്മുടെ അഭിഷേക് ജയദീപിന്റെ അടുത്ത്. ശ്രീകുമാറിന് അത് ഇപ്പൊ വന്നപ്പോഴേ തന്നെ, എന്നാലും വന്നപ്പോഴേ ആണെങ്കിലും ഈ ഒരു വാക്കിലൂടെ ഒരു കമ്മ്യൂണിറ്റിനെ അതിശയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇത് താല്പര്യം എനിക്കില്ല. കാരണം നമുക്ക് വ്യക്തികളെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ ഒരു കമ്മ്യൂണിറ്റി എന്നവർ പറയുന്ന ഒരു രീതിയെ കുറിച്ച് അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. വേറൊരു വീട്ടിൽ നമുക്ക് സംസാരിക്കാം. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ അഭിഷേക് ശ്രീകുമാറിനെ നമ്മുടെ അഭിഷേക് ഇച്ചിരി ആ പേരിൽ കുറച്ച് രണ്ടും ഒരു സെയിം പേര്, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക. നമ്മുടെ അഭിഷേക് എസിനെ നോമിനേറ്റ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ വരുന്നത് നമ്മുടെ നോറയാണ് പിന്നെ വരുന്നത്. നോറ വന്നിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജാൻമണിയാണ്, അതുപോലെ തന്നെ ശരണ്യനും. ജാൻമണിനെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം നമുക്കറിയാലോ. ഓൾറെഡി നമ്മുടെ നോറ ഭയങ്കര ഇമോഷണൽ ആയിട്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം വന്നിട്ടാണ് നമ്മുടെ ലാലേട്ടൻ ആ വീഡിയോ കാണിക്കുന്നത്. അപ്പൊ ആ വീഡിയോയിലാണ് നോറ ആദ്യമായിട്ട് കാണുന്നത് നോറേനെ ഇങ്ങനെയൊക്കെ ശപിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കാരണം പറഞ്ഞിട്ടാണ് നോറ ജാൻമണിയെ നോമിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ശരണ്യനെ നോമിനേറ്റ് ചെയ്ത കാര്യം എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. കാരണം എന്താണ് നോറ ഉദ്ദേശിച്ചത് എനിക്ക് ശരിക്കും മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നോറയുടെ നോമിനേഷൻ ജാൻമണിയും അതുപോലെ തന്നെ ശരണ്യായിരുന്നു. പിന്നെ തേർഡ് വന്നിട്ട് നമ്മുടെ ജിൻഡോ ആണ് വരുന്നത്. ജിൻഡോ വന്നിട്ട് ശരണ്യനും അതുപോലെ തന്നെ ശ്രീധുവിനെയാണ് പറഞ്ഞത്. ജിൻഡോ ശരണ്യനെ പറയാനുള്ള കാരണം എൻ്റെ ഒരു പ്രസ്ഥാനത്തെ അധിക്ഷേപിക്കാനും എൻ്റെ ഒരു ഞാൻ പൊക്കിക്കൊണ്ടുവന്ന എൻ്റെ ഒരു പ്രസ്ഥാനം അത് താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചു എന്ന പേരിലാണ് നമ്മുടെ ശരണ്യനെ നോമിനേറ്റ് ചെയ്യുന്നത്. ശ്രീധുവിനെ കുറച്ചുകൂടെ ഗെയിമിലോട്ട് വരണം എന്ന് പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്സരയാണ് വരുന്നത്. അപ്സര വന്നിട്ട് പിന്നെ നമ്മുടെ അൻസിബേനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജാൻമണിയെ നോമിനേറ്റ് ചെയ്യുന്നത്. സെയിം കാരണം, ജാൻമണി എല്ലാവരും നോമിനേറ്റ് ചെയ്യുന്ന സെയിം കാര്യമാണ്, മറ്റേ നമ്മുടെ ശാപവാക്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള, അതാണ് സെയിം. പിന്നെ അൻസിബേനെ ഇനാക്റ്റീവ് എന്ന് പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ വന്നത് നമ്മുടെ നന്ദന, നമ്മുടെ വൈൽഡ് കാർഡ് ആണ്. അത് വന്നിട്ട് പിന്നെ പൂജ ശരിക്കും വന്നിട്ട് നോമിനേറ്റ് ചെയ്യുന്നത്. അതിലെനിക്ക് ചിരി വന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം ഓൾറെഡി പറയാനുള്ള കാരണം ആദ്യം പറയാം. നമ്മുടെ പൂച്ച അപ്പൊ അവിടെ കിച്ചൺ ടീമിലാണ്, അപ്പൊ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ മുടി അയച്ചിട്ടായിരുന്നു കുക്ക് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ലൈവില് കണ്ടിട്ടുണ്ടായിരിക്കാം, വന്നിട്ട് പറയുന്നുണ്ട് കുക്ക് ചെയ്യാൻ നേരത്ത് മുടി കെട്ടി വെച്ചിട്ട് വേണം, അങ്ങനെ കുറച്ച് ടോക്ക് ഉണ്ടായി. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഓൾറെഡി നമ്മുടെ നന്ദനാണെങ്കിൽ മുടി അയച്ചിട്ട് വന്ന സമയത്ത് മുടി അയച്ചിട്ടൊക്കെയാണ് കിച്ചണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നത്. ലൈവിൽ അത് കണ്ട എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ ഒരു ഓൾറെഡി അറിയാം, നമ്മുടെ പുറത്ത് ഹൈജീനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊരു കണ്ടന്റ് ആണെന്ന് വെച്ചിട്ടായിരിക്കാം വേണമെങ്കിൽ നമ്മുടെ നന്ദന പൂജയുടെ അടുത്ത് അത് പ്രയോഗിച്ചത്. പക്ഷെ അത് കറക്റ്റ് സമയമായില്ല. എനിക്ക് തോന്നുന്നു നല്ലൊരു മൂവ് ആയെന്നും തോന്നിയില്ല.
പിന്നെ നന്ദനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം. പിന്നെ ഞാൻ എന്തായാലും പറയുന്നില്ല, കാരണം കുറച്ചുകൂടെ ഒക്കെ കാണണം, കണ്ടിട്ട് നമുക്ക് എന്തായാലും അഭിപ്രായം പറയാം. അങ്ങനെ അപ്പോൾ നന്ദനയുടെ ഫസ്റ്റ് നോമിനേഷൻ നമ്മുടെ പൂജയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് നോമിനേഷൻ വന്നിട്ട് അൻസിബയാണ്, അതും സെയിം ഇനാക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ശ്രീരേഖയാണ് വരുന്നത്. ശ്രീരേഖ വന്നിട്ട് സെയിം ജാൻമണി, സെയിം റീസൺ തന്നെ, നമ്മുടെ ശാപവാക്ക് അത് ഉപയോഗിച്ചു എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അൻസിബയാണ്. അൻസിബയ്ക്ക് ഫിയർ ആണെന്നാണ് നമ്മുടെ ശ്രീരേഖ പറയുന്നത്. അപ്പൊ നമ്മുടെ ശ്രീരേഖയുടെ നോമിനേഷൻ വന്നിട്ട് ജാൻമണിയും അതുപോലെ തന്നെ അൻസിബയും. പിന്നെ വന്നിട്ട് അഭിഷേക് ശ്രീകുമാർ ആയിരുന്നു. അഭിഷേക് ശ്രീകുമാർ നമ്മുടെ അഭിഷേക് ജയദീപിനും അതുപോലെ തന്നെ ജാൻമണിനുമാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അഭിഷേക് ജയദീപിനെ സെലക്ട് ചെയ്യാനുള്ള കാരണം ശരിക്കും പറഞ്ഞാൽ എനിക്ക് വ്യക്തമായില്ല. എന്തോ കമ്മ്യൂണിറ്റി ബേസിൽ പറഞ്ഞെന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ജാൻമണിയെ പറഞ്ഞത് ട്രാൻസ്ജെൻഡർ കാർഡ് ഇറക്കി എന്നാണ് പറഞ്ഞത്. ഈ രണ്ട് കാരണങ്ങളാണ് നമ്മുടെ അഭിഷേക് ജയദീപിനെയും ജാൻമണിയെയും സെലക്ട് ചെയ്യാനുള്ള കാരണം. ആര്? നമ്മുടെ അഭിഷേക് ശ്രീകുമാർ. പിന്നെ വന്നിട്ട് അർജുൻ ആണ് വരുന്നത്. അർജുൻ വന്നിട്ട് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ജാൻമണിനെയും അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാറിനെയാണ്. ജാൻമണിനെയും സെയിം റീസൺ, അതായത് നമ്മുടെ ശാപം ഉപയോഗിക്കുന്നത്. പിന്നെ അഭിഷേക് ശ്രീകുമാറിനെ വോട്ട് ചെയ്യാനുള്ള കാരണം ഹോമോഫോബിയ, അതായത് നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ അഭിഷേക് ജയദീപിനെതിരെ ഒരു പ്രസ്താവന ഉപയോഗിച്ചതാണ്, അതായിരുന്നു കാരണം. പിന്നെ നെക്സ്റ്റ് വരുന്നത് അൻസിബയാണ്. അൻസിബ വന്നിട്ട് നമ്മുടെ ശരണ്യനെയാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം ടാസ്ക് ഇഷ്യൂ, നമ്മുടെ മുടിയനായിട്ടുള്ള, അതായത് നമ്മുടെ ഋഷിയായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടായില്ല. ശരിക്കും പറഞ്ഞാൽ അൻസിബയ്ക്ക് അറിയത്തില്ലായിരുന്നു, കാരണം അൻസിബ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ള കാര്യം. അപ്പൊ അത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ശരണ്യനെ നോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ അൻസിബ പിന്നെ നോമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ അഭിഷേകിനെയാണ്, അഭിഷേക് ശ്രീകുമാറിനെ. അത് സെയിം റീസൺ തന്നെ, നമ്മുടെ ഹോമോഫിബിയ അതായിരുന്നു. പിന്നെ പൂജയാണ് വരുന്നത്. പൂജ നോമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ അഭിഷേകിനും അതുപോലെ തന്നെ ജാൻമണിയും, അതും സെയിം റീസൺ ആണ്. ഞാൻ പിന്നെ പറയണ്ടല്ലോ, അഭിഷേക് ശ്രീകുമാറിനെ അതുപോലെ തന്നെ ജാൻമണിനെയാണ് പൂജ നോമിനേറ്റ് ചെയ്യുന്നത്. സെയിം റീസൺ ആണ് ഞാൻ പറയാത്തത്. പിന്നെ വരുന്നത് റസ്മിനാണ്. റസ്മിൻ വന്നിട്ട് നമ്മുടെ ജാൻമണിനും അതുപോലെ തന്നെ ഋഷീനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ജാൻമണി സെയിം റീസൺ. ഋഷീനെ പിന്നെ ഇമോഷണലി വീക്ക് ആണ്, ഇനാക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ സിബിനാണ്, നമ്മുടെ വൈൽഡ് കാർഡ്. സിബിൻ വന്നിട്ട് അഭിഷേക് ശ്രീകുമാറും അതുപോലെ തന്നെ അൻസിബും. അഭിഷേക് ശ്രീകുമാറിന് നമ്മുടെ സെയിം റീസൺ, അത് പറയണ്ടല്ലോ. പിന്നെ അൻസിബനെ ഇനാക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഋഷിയാണ്. ഋഷിയും സെയിം തന്നെ നമ്മുടെ അഭിഷേക് ശ്രീകുമാറിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. സെയിം ഹോമോഫിബിയ, അത് തന്നെയാണ് അവർ പറയുന്ന കാരണം. പിന്നെ ശ്രീധുവിനെ പറയുന്നത് നോമിനേഷൻ ഇഷ്യൂ, അതായത് നമ്മുടെ മുടിയനാണെങ്കിൽ നോമിനേറ്റ് ചെയ്തായിരുന്നു നമ്മുടെ ഇത് നോമിനേഷനകത്ത്, ഈ ജയിൽ നോമിനേഷനകത്ത്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ശ്രീധു അന്ന് ചെയ്തത് ഒരു ശ്രീധുവിന് സ്വന്തം ഒരു താല്പര്യം, അല്ലെങ്കിൽ ശ്രീധുവിന്റെ സ്വന്തമായിട്ടുള്ള ചിന്തയിലല്ലായിരുന്നു ചെയ്തത്. അപ്പൊ അത് ശരിയായിരുന്നു, എനിക്ക് തോന്നി. ആ നോമിനേഷൻ കറക്റ്റ് തന്നെയാണ്. അപ്പൊ ആ ഒരു കാരണം പറഞ്ഞിട്ടാണ് ശ്രീധുവിനെ നോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇനാക്റ്റീവ് ആണെന്നും പറയുന്നുണ്ട്. അപ്പൊ പിന്നെ വരുന്നത് നമ്മുടെ ശരണ്യാണ്. ശരണ്യ വന്നിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് നോറേനും അതുപോലെ തന്നെ അൻസിബേനെയാണ്. നോറനെ ടാസ്ക് ഇഷ്യൂവും പിന്നെ അതുപോലെ തന്നെ വിക്ടിം കാർഡ് കളിച്ചു എന്നാണ് പറയുന്നത്. അൻസിബേനെ ഇനാക്റ്റീവ് ആണെന്നാണ് പറയുന്നത്, അതായത് നമ്മുടെ ശരണ്യ. പിന്നെ അടുത്തത് ശ്രീധു ആണ്. ശ്രീധു വന്നിട്ട് സെയിം ഋഷിനെ തന്നെയാണ് പറയുന്നത്, ഈസിലി മാനിപ്പുലേറ്റഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്കത് ശരിക്കും വ്യക്തമായില്ല, കാരണം ഋഷി ഒരു മാനിപ്പുലേറ്റിംഗ് ക്യാരക്ടർ അല്ലാന്ന് എനിക്ക് തോന്നി. ഇനാക്റ്റീവ് ആണെന്ന് എനിക്ക് പറയാമായിരുന്നു. പിന്നെ രണ്ടാമത്തത് വന്നിട്ട് അഭിഷേക് ശ്രീകുമാർ, അത് സെയിം മറ്റേ ഹോമോഫിബിയ. പിന്നെ ലാസ്റ്റ് അല്ല, പിന്നെ ജാൻമണിയാണ് വരുന്നത്. ജാൻമണി വന്നിട്ട് നമുക്ക് ഊഹിക്കാമല്ലോ ആരായിരിക്കും, നമ്മുടെ അഭിഷേക് ശ്രീകുമാറിനെയും അതുപോലെ തന്നെ ശ്രീരേഖനെയാണ് പറയുന്നത്. ശ്രീരേഖനെ എന്തോ എനിക്ക് വ്യക്തമായില്ല എന്താ കാരണം എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ മനസ്സിലാണെന്ന് നിങ്ങൾ എന്തായാലും പറയാ. പിന്നെ അഭിഷേകിനെയാണ് പറയുന്നത്. അഭിഷേകിന് ട്രാൻസ്ഫോബിയ, അതാണ് കാരണം പറയുന്നത്. അതാണ് ജാൻമണിയുടെ നോമിനേഷൻ. പിന്നെ സായ്, പിന്നെ വരുന്നത് സായാണ്. സായ് വന്നിട്ട് ജാൻമണി, അതായത് അതിനടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സായി വന്നിട്ട് നമ്മുടെ ജാൻമണിയെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലോ, മറ്റേ ബ്ലാക്ക് കളർ ദേഹത്ത് വെക്കണം. അപ്പൊ സായിക്ക് നമ്മുടെ ജാൻമണിയുടെ ഫേസ് തന്നെ തേക്കണം. അപ്പൊ ജാൻമണി ആണെങ്കിൽ ഫേസ് കാണിച്ചു കൊടുക്കാൻ താല്പര്യമില്ല. ജാൻമണിയുടെ കഷ്ടം എങ്ങനെയാണ്, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ സമ്മതിക്കില്ല, ഇനിയിപ്പോ അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ തന്നെ ഞാൻ വീട് വിട്ട് പോകും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് പിന്നെ സായി പറയുന്നുണ്ട് എനിക്ക് ഫേസിൽ തന്നെ ഇതേമാതിരി പെയിന്റ് അടിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് എനിക്ക് ഇതിനൊരു ഉത്തരം തരണം. അപ്പൊ ബിഗ് ബോസ് ആണെങ്കിൽ കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ, കുറെ നേരമായിട്ട്. പിന്നെ ഇവരിങ്ങനെ ഫുൾ തർക്കമാണ് ഇതിന്റെ പേരിൽ. ലാസ്റ്റ് പിന്നെ ബിഗ് ബോസിന് കൈ കെട്ടിട്ട് ബിഗ് ബോസ് വന്നിട്ട് പറഞ്ഞു, ഒരാളുടെ സമ്മതമില്ലാതെ എവിടെയും പെയിന്റ് അടിക്കാൻ പറ്റത്തില്ലെന്ന്. പിന്നെ ഓക്കെ, പിന്നെ കയ്യിൽ തന്നെ പറ്റിട്ട് പിന്നെ പറഞ്ഞു, അതായത് കാരണം വേറൊന്നല്ല, നമ്മുടെ സെയിം റീസൺ തന്നെ, ശാപം ഉപയോഗിക്കുന്നത് അതായിരുന്നു കാരണം. പിന്നെ രണ്ടാമത്തെ ആൾ വന്നിട്ട് സായിന്റെ നമ്മുടെ ശ്രീരേഖയ്ക്ക് കൊടുക്കാനുള്ള കാരണം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അതായത് ഒരു വോട്ട് എന്തായാലും കിട്ടിയല്ലോ, അപ്പോൾ എന്തായാലും നോമിനേഷനിൽ വരണം എന്ന് പറഞ്ഞിട്ടാണ് സെക്കൻഡ് വോട്ട് കൂടെ കൊടുക്കുന്നത്.
പിന്നെ ലാസ്റ്റത്തെ നമ്മുടെ ജാസ്മിൻ നമ്മുടെ ക്യാപ്റ്റൻ ആയിരുന്നു. ക്യാപ്റ്റനും നമ്മുടെ അഭിഷേക് ശ്രീകുമാറിനെയാണ് പറഞ്ഞത്. സെയിം റീസൺ, അതായത് ഹോമോഫോബിയ. പിന്നെ സായിയുടെ കഥ പറച്ചിൽ, അതായത് സായി വന്നപ്പോ തന്നെ നമ്മുടെ ജാസ്മിന്റെ അടുത്ത് വന്നിട്ട് കുറെ പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നല്ലോ. അപ്പൊ ആ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയത്തില്ല, പക്ഷെ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നല്ലോ. അതായത് പുറത്തെ കാര്യം കൂടെ പറയാൻ പാടില്ല, റൂൾ വയലേഷൻ ആയിരുന്നല്ലോ. അപ്പൊ അതിനെതിരെയാണ് സായിനെ നമ്മുടെ ജാസ്മിൻ നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും പേരെയാണ് നമ്മുടെ നോമിനേഷൻ വന്ന 9 പേരാണ്. അപ്പൊ ഞാൻ എത്ര പേർക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് പറയാം. ജാൻമണിക്കാണെങ്കിൽ 9 വോട്ട് കിട്ടി. അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാറിനും 9 വോട്ട് തന്നെയാണ്. പിന്നെ അൻസിബയ്ക്ക് 6 വോട്ട്, പിന്നെ ശരണ്യ 3 വോട്ട്, പിന്നെ ശ്രീധുവിന് 2 വോട്ട്, പിന്നെ ഋഷിക്കും 2 വോട്ട്, ശ്രീരേഖയ്ക്കും 2 വോട്ട്, നോറയ്ക്കും 2 വോട്ട്. ഇത്രയും പേരാണ്. പിന്നെ നമ്മുടെ ജിൻഡോ, നമ്മുടെ പവർ ടീം ഓൾറെഡി സെലക്ട് ചെയ്ത ജിൻഡോ. അങ്ങനെ 9 പേരാണ് വന്നേക്കുന്നത്. പിന്നെ പൂജയ്ക്കും അഭിഷേക്, ജയകുമാറിനും സായിക്കും ഓരോ വോട്ട് വെച്ചിട്ട് ഇത്രയും പേരാണ് വോട്ട് കിട്ടിയത്. അതിൽ 9 പേര് നോമിനേറ്റ് ആയി. എന്തായാലും ഒത്തിരി ഹ്യൂജ് പേരാണ് ഇപ്രാവശ്യത്തെ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടുകാർ എന്തായാലും നല്ല രീതിയിൽ തന്നെ കളിച്ചു. കാരണം അത്രയും ബൾക്ക് ഓഫ് പീപ്പിളിന് നമ്മുടെ നോമിനേഷൻ ലിസ്റ്റിൽ ഇടാൻ പറ്റി. അതുകൊണ്ട് തന്നെ അത്രയും എനിക്ക് നന്നായിട്ട് തന്നെയാണ് അവർ ചെയ്തത്. കാരണം നമ്മൾ ഓപ്പൺ നോമിനേഷൻ കൊടുത്താൽ തന്നെയാണ് ശരിക്കും സേഫ് ഗെയിമേഴ്സ് ഒക്കെ നമ്മുടെ പുറത്തോട്ട് വരത്തുള്ളൂ. ഇനിയിപ്പം ഇനി എനിക്ക് പറയാനുള്ളത്, ഇപ്പം നെക്സ്റ്റ് നമ്മുടെ കുറച്ച് പവർ ടീമിൽ കുറച്ച് പേരുണ്ടല്ലോ, നമ്മുടെ റസ്മിനൊക്കെ ഇപ്പൊ രണ്ടല്ല 3 വീക്കായിട്ട് പവർ ടീമിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടില്ല. നെക്സ്റ്റ് വീക്ക് എന്തായാലും നോമിനേഷനിൽ വരണം, നോമിനേഷൻ ഫേസ് എന്ന് തന്നെയാണ് എന്റെ താല്പര്യം. കാരണം റസ്മിന്റെ കുറച്ച് ഗെയിം ഒക്കെ മാറ്റാനുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും പേര് എന്തായാലും നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് എന്തായാലും നിങ്ങൾ വോട്ട് കൊടുക്കാൻ മറക്കണ്ട. ഡെയിലി നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യാം. അപ്പൊ ആരാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നോമിനേഷൻ പ്രക്രിയ എങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ വ്യത്യസ്തമായ രീതി എങ്ങനെ ഉണ്ടായിരുന്നു ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത അപ്ഡേഷൻ കിട്ടുവാണെങ്കിൽ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.